ഒരു ഐറ്റം മാത്രം മതി ചോറ് വയ്ക്കാനായിട്ട്, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷമീസ് കിച്ചൻ്റെ റെസിപ്പിയാണ്. അതിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ടൊരു പാത്രം വെക്കാം, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെണ്ടക്ക ഇതേപോലെ കട്ടാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ വഴറ്റി കൊടുക്കാം. വഴറ്റുമ്പം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി അതേ പാത്രത്തിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കുറച്ച് വലുതായിട്ട് തന്നെ കട്ടാക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം. ആദ്യം കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കരുത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി സമയം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് സമയം ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. വറ്റി കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഗ്രേവിയൊന്നും ഉണ്ടാവില്ല, ഇതേപോലെ കുറുകിയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.